സഹൃദയരെ, കലാസ്നേഹികളെ, കൂട്ടുകാരെ, ഇതൊരു റീപോസ്റ്റ് ആണ്. ഈ സിനിമ ഞാൻ റോസ്റ്റ് ചെയ്ത് ആദ്യം ഇട്ടപ്പോഴത്തേക്കും അതിനെ ക്ലെയിം തന്ന് എൻ്റെ നിന്ന് റിമൂവ് വെച്ച സിനിമയാണ്. അപ്പോൾ ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻസ് എല്ലാം വരുത്തിയിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്കായിട്ട് റീപോസ്റ്റ് ചെയ്യുകയാണ്. ഇതൊരു പഴയ സിനിമയാണ്, ജപ്പാൻ സിനിമയാണ്, ഒരുപാട് പഴയതാണ്, ഗോഡ്സില്ല വേഴ്സസ് കോങ്. അപ്പം ഇതിനെ റോസ്റ്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി, ഒരു ഫണ്ണായിട്ട് കണ്ടാൽ മതി. ഈ പടത്തിന്റെ എഫോർട്ട് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ അവർ ചെയ്തതിനെയൊക്കെ ഞാൻ മാനിക്കുന്നു, ആൻഡ് ഐ റെസ്പെക്ട് ദാറ്റ്. ബട്ട് നമുക്കൊരു റോസ്റ്റ് ആയിട്ട് മാത്രം കണ്ടാൽ മതി, ഒരു എന്റർടൈൻമെന്റ് നിലയിൽ മാത്രം ഇതിനെ കണ്ടെടുത്താൽ മതി. അല്ലാതെ വലിയ ആധികാരികമായിട്ട് ഇതിനെ റോസ്റ്റ് ചെയ്യണമെന്നും ഇല്ലടോ, ഇങ്ങനത്തെ സിനിമ റോസ്റ്റ് ചെയ്യണം എന്തിനുണ്ട് എന്നൊക്കെ ചോദിക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത് സ്കിപ്പ് ചെയ്ത് പോവാം. അപ്പൊ തുടങ്ങാം. സഹോദരി, ഒരു കാലഘട്ടത്തിൽ കുട്ടികളെ കിടിലം കൊള്ളിച്ച, ഭീതിയുടെ മുൾമുനയിൽ നിർത്തിയ, ആകാംക്ഷ ഭരിതരാക്കിയ കൾട്ട് ക്ലാസിക് ഭീമാകാരമായ പടത്തെ ഇന്ന് ഞാൻ വറുക്കാനെടുക്കുമ്പോൾ പ്യുവർ എന്റർടൈൻമെന്റ് മാത്രമാണ് ഉദ്ദേശം. വരൂ, നമുക്ക് ലിസാഡ് രഘുവിന്റെയും മങ്കി മോഹന്റെയും കഥയിലേക്ക് കടക്കാം. കഥ ആരംഭിക്കുമ്പോൾ ഇവിടെയെങ്ങും സ്ഥലമില്ലാത്തത് കൊണ്ട് അങ്ങ് അന്റാർട്ടിക്കയിലേക്ക് മുക്കളയിട്ട് പോയിരുന്ന ഒരു സബ്മറീൻ ഒരു മഞ്ഞുമലയിൽ ഇടിച്ച് തകരുന്നത് കാണിച്ചാണ് ചിത്രത്തിന്റെ തിരശീല ഉയരുന്നത്. മീൻവെൽ തൊട്ടപ്പുറത്ത് രണ്ട് പട്ടാളക്കാരെന്ന് തോന്നിക്കുന്ന വ്യക്തികൾ ഒരു ഐലൻഡിലേക്ക് ചെല്ലുകയാണ്. ആ ഐലൻഡിലാണെങ്കിൽ വളരെ പ്രാചീനമായ മനുഷ്യരാണ് ജീവിക്കുന്നത്. ഇങ്ങനെ മുഖം. ഇവരുടെ പ്രധാന കുലത്തൊഴിൽ എന്താണെന്ന് വെച്ചാൽ കുറെ ബെറീസ് എല്ലാം കൂടി കാട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്ന ഒരു ചക്കിലിട്ട് ആട്ടി അതെല്ലാം കൂടി കുപ്പിയിൽ അടച്ചു വെച്ച് സൂക്ഷിക്കും. എന്നിട്ട് വിശക്കുമ്പോ അവർ തന്നെ എടുത്ത് കുടിക്കും. അതാണ് അവരുടെ പണി. ഇനി തലയിൽ പൂടയും കയ്യിൽ തോലുമുള്ള ഇദ്ദേഹമാണ് ഈ കാട്ടിലെ മൂപ്പൻ. അവിടെ കടന്നുകൂടിയ പട്ടാളക്കാർ ഇവിടെ നിൽക്കാൻ പെർമിഷൻ ചോദിക്കുമ്പോൾ അയാൾ ആദ്യം സമ്മതിക്കില്ല. പക്ഷെ ബുദ്ധിയുള്ള പട്ടാളക്കാർ അവർക്കൊരു പാട്ട് വെച്ചു കൊടുത്ത് അവരെ മയക്കുകയാണ്. അത് മാത്രം ഒരു ബോണസ് എന്ന നിലയ്ക്ക് അവർക്ക് കുറച്ച് ബീഡിയും കൂടിയും കത്തിച്ചു കൊടുക്കും. ആ ബീഡിയും വലിച്ച് പാട്ടും കേട്ട് കിറങ്ങി അവർക്ക് അവിടെ നിൽക്കാനുള്ള സമ്മതം അറിയുള്ളൂ. പ്രാചീന കാട്ടുവാസികളൊക്കെ എത്ര പാവം മനുഷ്യരാണല്ലേ. പെട്ടെന്നാണ് അവിടെ ഘോര ശബ്ദത്തിൽ ഒരു അലർച്ചയും ഇടിയും മിന്നലും ഒക്കെ ഉണ്ടാകുന്നത്. ആ കാട്ടുവാസികളെല്ലാം തന്നെ പെട്ടെന്ന് ഭയന്ന് തന്റെ മലദൈവം തങ്ങളോട് കോപിച്ചു എന്ന് കരുതി അവിടെ അങ്ങോട്ട് മുട്ടുകുത്തി ഇരുന്ന് നിസ്കരിക്കുകയാണ് ഗൈസ്. എന്താണെന്ന് മനസ്സിലാക്കാതെ പട്ടാളക്കാരും അങ്ങനെ അമ്മാന്തിച്ച് നിൽക്കുമ്പോൾ പറന്നു പോകുന്ന ഒരു ഹെലികോപ്റ്റർ താഴേക്ക് നോക്കുമ്പോൾ അതാ ഒരു മഞ്ഞുമലയ്ക്കിടയിലൂടെ ഒരു ഭീകര സത്വം പുറപ്പെടുകയാണ് ഗൈസ്. യെസ് ഗൈസ്, 100% ഇതവൻ തന്നെ, ലിസാഡ് രഘു AKA ഗോഡ്സില്ല. അവൻ കടലിൽ നിന്ന് നേരെ കര ലക്ഷ്യമാക്കി മന്ദം മന്ദം നടന്നു വരികയാണ് ഗൈസ്. അപ്പൊ തന്നെ മിലിറ്ററി ടാങ്കും ട്രൂപ്സും ഒക്കെ വന്ന് അവന് നേരെ നിറയൊഴുകുകയാണ്. പക്ഷെ അതിശക്തനായ ഗോഡ്സില്ലയുടെ രോമം പോലും കരുന്നില്ല. മിസൈലൊക്കെ ചേമ്പലിൽ വെള്ളം വീഴുന്ന പോലെ ഗോഡ്സില്ലയുടെ പുറത്തുനിന്ന് ഇടിച്ചിട്ട് തെറിച്ചു പോവുകയാണ് ഗൈസ്. തന്റെ ഉഗ്രശക്തിയുള്ള വായ്നാറ്റം വെച്ച് ടാങ്ക് വരെ കരിച്ചുരുക്കി കളയാണ് ഗൈസ്. ഗൈസ്, നമ്മുടെ രഘുവിന്റെ അണ്ണാക്ക് വഴി നടുവിലേക്ക് ഒരു പോസ്റ്റ് ഇറക്കി വെച്ച് കോൺക്രീറ്റ് ചെയ്തേക്കാണ് ഗൈസ്. അതിനാൽ തന്നെ അവന് കഴുത്തൊന്നും അനക്കാൻ പറ്റൂല. അങ്ങനെ ഗോഡ്സിലയുടെ പുറപ്പാട് അവിടുത്തെ പത്രങ്ങളൊക്കെ ഫ്രണ്ട് പേജിൽ അച്ചടിച്ച് വരികയാണ്. ഒഫീഷ്യൽസ് എല്ലാം പറയുകയാണ് ഇത് എങ്ങനെയെങ്കിലും സ്റ്റോപ്പ് ചെയ്യണം, എന്താണ് ഒരു പോം വഴി. മീൻവെയിൽ നമ്മുടെ മറ്റു രണ്ട് പട്ടാളക്കാരില്ലേ, അവർ ആ കോര ശബ്ദം കേട്ടത് എവിടെയാണെന്ന് അറിയാൻ കാട്ടിനകത്തേക്ക് കയറി പോവുകയാണ്. അതേസമയം ഉണ്ടാക്കി വെച്ചിരുന്ന ജ്യൂസ് എടുത്ത് അടിച്ചു മാറ്റി കുടിക്കേണ്ട ഒരു ചെറുക്കൻ രാത്രിയായപ്പോൾ ടെന്റിനകത്ത് നുഴഞ്ഞു കയറുകയാണ്. അവന് തിരികെ കൂടെ അവന്റെ അമ്മയും അവിടെ തന്നെ എത്തുകയാണ് ഗൈസ്. എന്നാൽ അവർ പ്രതീക്ഷിച്ച് അവിടെ ഒരു വലിയ അപകടം പതിയിരിക്കുകയായിരുന്നു. ഒരു ഭീകരനായ മുഴുത്ത നീരാളി അതേസമയം അവിടെ ജ്യൂസ് കുടിക്കാൻ വന്നേക്കായിരുന്നു. ഇവരെ കണ്ടത് അവൻ അവിടെ കിടന്ന് അലമ്പ് കാണിക്കണം. നീരാളി അവന്റെ 8 കാലം ചൂട്ടി അവിടെ മൊത്തം ആകെ അക്രമം അഴിച്ചു വിടുകയാണ് ഗൈസ്. അവിടേക്ക് അപ്പോഴാണ് ഒരു വലിയ അലർച്ചയോട് കൂടി മങ്കി മോഹന്റെ കടന്നുവരവ്. മോഹനെ കണ്ടത് നീരാളി ചാടി അവന്റെ മുഖത്തങ്ങ് ഒട്ടിയിരിക്കും. തന്റെ മുഖത്ത് ഒരു 16 അടിക്കാൻ നോക്കിയ ദേഷ്യത്തിൽ മോഹൻ അവിടെ ഓരോ കല്ലുകളും എടുത്ത് ബാസ്കറ്റ് ബോൾ ഇടുന്ന കണക്ക് അവനെ തലയിലോട്ട് ഇട്ട് കൊടുക്കും. ഒടുവില കുരങ്ങന്റെ ശല്യം സഹിക്കാതെ നീരാളി പിന്മാറുകയാണ് ഗൈസ്. ഒരു വലിയ യുദ്ധം കഴിഞ്ഞതല്ലേ, ഒന്ന് അല്പം ചാർജ് ആകാന്ന് കരുതി അവിടെ കാട്ടുവാസികൾ അവർക്ക് അടിച്ച് വിറ്റാവൻ ഉണ്ടാക്കി വെച്ചിരുന്ന ജ്യൂസ് എല്ലാം കൂടി നമ്മുടെ മങ്കി മോൻ എടുത്ത് കുടിക്കുകയാണ്. അത് കുടിച്ചത് കൊണ്ടാണെന്ന് അറിയില്ല, എന്തായാലും നമ്മുടെ മങ്കിമാനെ നല്ല മയക്കം വരുന്നുണ്ട് ഗൈസ്. എന്നാലും അവൻ നിർത്തൂല. അടിച്ച് പിടുത്തായി വല്ല ഓടയിലും കിടക്കുന്ന കിളവുമാരെ പോലെ അവൻ പിന്നൊടിച്ച് കുടിക്കും. അവന്റെ മോന്ത നോക്കി ചപ്പാത്തിയ പരത്തി പോലെ ഇരിക്കണല്ലേ. അതിന്റെ കൂടെ തന്നെ അവർ ഒരു കാട്ട് പാട്ടും കൂടി അങ്ങ് വെച്ചു കൊടുക്കും. ഇത് രണ്ടും കൂടി ആയത് നമ്മുടെ മോഹൻ മോഹാലസ്യപ്പെട്ട് വീഴുകയാണ് ഗൈസ്. ആ സന്തോഷത്തിൽ ആ കാട്ടുവാസികൾ എല്ലാം കൂടി ആടിപ്പാടി ഡാൻസ് കളിക്കുകയാണ്.
പിന്നീട് ഇവരുടെ ലക്ഷ്യം എന്തെന്ന് വെച്ചാൽ ഇവനെയും വലിച്ചൊരു കപ്പലിൽ കൊണ്ടുപോയി ജപ്പാനീസ് തീരങ്ങൾ ആക്രമിക്കുന്ന ഗോഡ്സിലയുടെ മുന്നിൽ ഇട്ട് കൊടുക്കണം. ജന്മനാ തന്നെ ശത്രുക്കളായ ഇവന്മാരുണ്ടല്ലോ, രണ്ടുപേരും കൂടി തമ്മി തല്ലി അങ്ങ് ചത്തോളൂ. ഒരു പ്രൊട്ടക്ഷന് വേണ്ടി കുറച്ച് ബോംബും അതിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അന്നൊക്കെ മങ്കി കിങ്ങിന്റെ അവന്മാരെ 4 മുള വെച്ചൊരു പേട ഉണ്ടാക്കി അതിന്റെ മുകളിൽ എടുത്തിട്ട് ഷിപ്പ് വെച്ച് വലിച്ചോണ്ട് പോവുകയാണെന്ന്. ഇത് സോപ്പ് ഒഴിച്ചുണ്ടാക്കിയ ഡൈനാമൈറ്റ്. അതേസമയം മറ്റൊരിടത്ത് റിമോട്ടിൽ നടക്കുന്ന കളിപ്പാട്ടം പോലെ പാവങ്ങളായ സാധുജനങ്ങൾ കയറുന്ന ഒരു ട്രെയിൻ നശിപ്പിക്കാനായി അവൻ കടന്നു വരികയാണ് ഗൈസ്. അഴുക്ക ചെറുക്കൻ തന്തേക്കാൾ മോശം. ഇത് 1962 ഇറങ്ങിയ പടമാണ്. അന്നൊക്കെ റിയലിസവും എഫക്ട്സ് ഒക്കെ ചെയ്യാനായിട്ട് അവർ കൂടുതലും കളിപ്പാട്ട് ട്രെയിനൊക്കെയാണ് ഉപയോഗിച്ചതെന്ന് തോന്നുന്നു. എന്നിട്ട് ചാക്ക് റബ്ബർ കൂടെ മിശ്രിതം കലർത്തി ഒരു ഉടുപ്പുണ്ടാക്കി KCBക്കാർ കയ്യിലിടുന്ന റബ്ബർ ഗ്ലൗസ് വെട്ടിത്തെച്ച് ഒരു മാസ്ക് ഉണ്ടാക്കിയിട്ട് അതിൽ കറുത്ത പെയിന്റ് അടിച്ചവനാണ് ഈ രാക്ഷസൻ. അന്ന് ആൾക്കാരെ കണ്ട് ഭയന്നിരുന്ന പല സിനിമകളും നമുക്ക് ഇന്ന് കാണുമ്പോൾ കോമഡി എത്തോണം, അത് സ്വാഭാവികമാണ്. പക്ഷെ അന്നൊക്കെ അവർ ഇത്ര മനോഹരമായി സിനിമ ചെയ്തല്ലോ, അതിൽ ഞാൻ സന്തോഷിക്കുന്നു. എന്നാൽ പണ്ട് നമുക്കുണ്ടായിരുന്ന ഒരു വിനയം. ഒരുത്തിന്റെ കാമുകില്ലേ ഗൈസ് അതിനകത്തുണ്ടായിരുന്ന ട്രെയിനിലെ. അപ്പൊ അവളെ രക്ഷിക്കാനായിട്ട് ഗോഡ്സിലെ വായിക്കകത്തോട് എടുത്തുനിന്ന് കയറിയാണ്. ഇവൻ ഇങ്ങനെ നടക്കുന്നത് മരച്ചീനിയാണ് അവൻ. ഈ പെണ്ണുമ്പോൾ ആ ട്രെയിനകത്തിരുന്ന് കുടിയായിരുന്ന പിടുത്തടിച്ചണക്ക് നടക്കണം നോക്ക്. എനിക്കവിടെ മറിഞ്ഞു വീഴേണ്ട. അവരെ തക്ക സമയത്ത് അവരുടെ കാമുകൻ ജീപ്പിൽ വന്ന് രക്ഷിക്കുമേ. അക്കം ഗോഡ്സിലെ കണ്ട് ആകെ തളർന്ന അവശയായി കുഴഞ്ഞെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ അങ്ങ് ദൂരെ ഇരുണ്ട വെളിച്ചം കീറി മുറിച്ച് നമ്മുടെ മരച്ചീനി നടന്നു വരികയാണ് ഗൈസ്. മീൻവീൽ നമ്മുടെ തൊട്ടപ്പുറത്ത് നമ്മുടെ കോങ് ഉണരുകയാണ് ഗൈസ്. ഉണർന്ന് അവ അക്രമം കാണിക്കുമെന്ന് വിചാരിച്ച് അവരെ ഡൈനാമൈറ്റ് വെടിവെച്ചങ്ങ് പൊട്ടിക്കും. ഇടമണ്ടന്മാരെ, ഇത്രയും കട്ടിയുള്ള ചാക്കിന്റെ തോല് ദേഹത്തിൽ നടക്കണം അവൻ ഇതുവല്ലേ ആവൂ. അവിടെ നിന്ന് കരയിലേക്ക് കയറിയ മോഹനും രഘുവും പരസ്പരം കണ്ടുമുട്ടുകയാണ് ഗൈസ്. സംഭവം എന്താന്ന് വെച്ചാൽ ഫൈറ്റിനൊടുവിൽ തന്റെ വാനാറ്റ കൊണ്ട് തീ കത്തിച്ച് ഗോഡ്സിലയെ കണ്ട് ആകെ അമ്പരന്ന് കൺഫ്യൂഷൻ ആയിട്ട് നമ്മുടെ രഘു കോങ് തലയും ചൊറിഞ്ഞങ്ങ് തിരിച്ചു പോവുകയാണ് ഗൈസ്. മോഹൻ പിന്മാറിയത് കാരണം ഇവരെല്ലാരും കൂടി പ്ലാൻ ചെയ്തൊരു ട്രാപ്പ് വെച്ചിട്ട് അതിനകത്ത് കൊണ്ട് തള്ളിയിട്ട് നമ്മുടെ രഘുവിനെ കൊല്ലാനുള്ള പരിപാടിയാണ്. അങ്ങനെ അവർ തന്ത്രപരമായി കുഴിച്ച വാരിക്കുഴിയിലേക്ക് നമ്മുടെ ഗോഡ്സില വീഴുകയാണ്. വീണതും അവർ ബോംബ് വെച്ചത് പൊട്ടിക്കും. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. എനിക്ക് എന്താണെന്നറിയില്ല, ഇവനെ കാണുമ്പോൾ പണ്ടത്തെ റിമോട്ട് കാർ ഓട്ടിക്കുന്ന ഒരു സുഖം. ഇവൻ കലികലി സിംസിം ഇറങ്ങി വന്ന പാവയല്ലേ ഗൈസ്. നമ്മുടെ പട്ടാളത്തിന് ഒരു കാര്യം മനസ്സിലാവുകയാണ്, ഇവന് ഇലക്ട്രിസിറ്റി അത്ര ഇഷ്ടമല്ല. കാറ്റും KCBയും പോലെ ഇവനും ഇലക്ട്രിസിറ്റിയുമായിട്ട് അത്ര നല്ല ബന്ധത്തിലല്ല. വായിലൂടെ ന്യൂക്ലിയർ നാറ്റമൊക്കെ വിടാനുള്ള ശേഷി ഉണ്ടെങ്കിലും കറണ്ട് അടിച്ച് അവൻ അത്ര ശരിയാവൂല. ഈടാ നീ എന്ത് പോങ്ങടാ, മുതുകത്ത് കള്ളിമുള്ളി ചെടിയൊക്കെ വളർത്തിട്ട് അങ്ങനെ നടക്കുകയാണ്. അതല്ലെങ്കിലും ഈ പല്ലിവർഗത്തിന് പണ്ട് ഇലക്ട്രിസിറ്റിയുമായിട്ട് അത്ര നല്ല ബന്ധമല്ല. എന്നിട്ട് ട്യൂബ്ലൈറ്റിന്റെ അടി തന്നെ പോയി ഒളിച്ചിരിക്കുകയും ചെയ്യും. അത് അങ്ങനെ കുറയണം. അതേസമയം മറ്റൊരിടത്ത് നമ്മുടെ മങ്കി മോഹൻ, അവൻ വളരെ നിഷ്പക്ഷമായി ഇലക്ട്രിസിറ്റി വയറൊക്കെ കടിച്ച് പൊട്ടിച്ച് അതിന്റെ മുകളിലുള്ള വീടെല്ലാം ചവിട്ടി നശിപ്പിച്ച് ഗൈസ് നമ്മുടെ കോങ്ങാച്ചിക്ക് ഇലക്ട്രിസിറ്റി അകത്തേറിയ അപ്പ ചാർജ് ആകും. ബൂസ്റ്റിൽ ചായ ഇട്ട് കുടിച്ച പോലെ. കോങ്ങാച്ചി ചുമ്മാ അതുവഴി നടന്നു പോകുമ്പോഴത്തേക്ക് ബിൽഡിംഗ് ഒക്കെ വെറുതെ ഇടിച്ചു പൊട്ടിക്കും. എന്നിട്ട് അതുവഴി പാഞ്ഞു പോയൊരു കളിപ്പാട്ടൻ ട്രെയിനെ കയ്യിൽ പൊക്കിയെടുത്ത് അതിനകത്തിരുന്ന ഒരു പീസിനെ അവൻ ഞോണ്ടി എടുക്കും. ഇവൻ അല്ലേലും പണ്ട് പെണ്ണുങ്ങളൊരു വീക്ക്നെസ് ആണ്. അവന്റെ മുഖം നോക്ക്, മൊണസാരോ എന്നും പറഞ്ഞിരിക്കണം മുഖം. എന്നിട്ട് ഒരു വലിയ ബിൽഡിങ്ങിന്റെ കൂർത്ത മുനയിൽ കയറി ഇരിക്കുകയാണ് അവൻ. അപ്പൊ മിലിറ്ററിക്കാർ ആകാശത്തേക്ക് മയക്ക് വെടി വെച്ച് ഈ മണ്ടനായ കോങ്ങാച്ചിനാണെങ്കിൽ അത് മൊത്തവും വലിച്ചങ്ങ് കയറ്റും. അതിന്റെ കൂടെ ആ കാട്ടുവാസികൾ ഇവന് മയക്കാനായിട്ട് ഉപയോഗിച്ച ആ പാട്ടില്ലേ, ആ പാട്ടും കൂടി ഇവരങ്ങ് വെച്ചു കൊടുക്കുകയാണ് ഗൈസ്. ഇത് രണ്ടും കൂടി ആയതും അവസാനം നിലതെറ്റി നമ്മുടെ കോങ്ങേട്ടൻ താഴെ വീഴുകയാണ്. അങ്ങനെ അവന്റെ കയ്യിൽ നിന്ന് സക്സസ്ഫുള്ളി ആ പെണ്ണിനെ അവർ രക്ഷിക്കുകയാണ്. ശേഷം ഇവനെ കങ്കൂസിൽ കൊരുത്ത് 5-6 ഹൈഡ്രജൻ നിറച്ച ബലൂണിൽ പെരുക്കി കെട്ടി ഇവനെ തൂക്കിയെടുത്ത് നമ്മുടെ ഗോഡ്സിലുള്ള സ്ഥലത്ത് കൊണ്ടിട്ട് കൊടുക്കുകയാണ് ഗൈസ്. ട്രോപ്പിക്ക സ്റ്റണ്ട് ചെയ്യുമ്പോ ഏകദേശം ഇതുപോലെയാണ്. എന്തോന്നടാ ഇത്, എന്റെ മുഖത്ത് എന്താ ചാണാൻ കുഴച്ച് വെച്ചേക്കണ, വെറും അപ്പൻ. ആ മുഖത്തേക്ക് ഒന്ന് നോക്കൂ, എത്ര ഐശ്വര്യമില്ലാത്ത മുഖം. അന്നൊക്കെ അവർ ഇതൊക്കെ ചെയ്തത് തന്നെ വലിയ കാര്യമാണ്. അങ്ങനെ അവനെ പറത്തിക്കൊണ്ട് വന്ന് നമ്മുടെ ഗോഡ്സിലയുടെ മുന്നേ അങ്ങ് ഇട്ടുകൊടുക്കുകയാണ്. കോങ്ങൻ നടന്നു വന്ന ഒരു പാറകൃഷ്ണന്റെ പുറകിൽ വന്ന് ഒളിച്ചിരിക്കും. എന്നിട്ട് അതുവഴി മുതുകത്ത് ചെടിയുമായി വന്നവന്റെ വാലിൽ പിടിച്ച് വലിക്കാൻ ശ്രമിക്കും. എന്നിട്ട് അവർ പരസ്പരം ആശ്ലേഷിക്കും. തന്നെ നോക്കി കൊഞ്ഞനം കുത്തിയിൽ ദേഷ്യം വന്ന കോങ്ങ് ഓടിച്ചെന്ന് അവനൊരു സ്പീർ അടിക്കും. എന്താണെന്നറിയില്ല, പെട്ടെന്ന് കോങ്ങൻ അവിടെ കിടന്ന് കരണം പറഞ്ഞ് കറങ്ങി ചെന്നൊരു മുതുക് കലിച്ചൊന്ന് തലയിടിച്ച് സ്വന്തമായിട്ട് ബോധം കെടും.
ഈ മണ്ടൻ എന്താണെന്ന് കാണിച്ചതെന്ന് മനസ്സിലാത്ത ഗോഡ്സില കുറച്ചു സമയം അവനെ നോക്കിയ ശേഷം കൈ രണ്ടും ചേർത്ത് ക്ലാപ്പ് കൂട്ടിയിട്ട് വാലി കൊണ്ട് അവന്റെ വയറ്റത്തടിച്ച് അവനെ പതപ്പിക്കാൻ നോക്കും. അപ്പൊ പെട്ടെന്ന് മുസ്ലിം പോർ അടിച്ച പോലെ ചാടി എണിച്ചു വന്ന് കോങ് അവനെ ആക്രമിക്കാൻ നോക്കുമെങ്കിലും ആടത്തുമ്പോ മുണ്ട് പറിച്ചടിക്കുന്ന പോലെ വാലി കുത്തി എണീറ്റിന്ന് ഇവനെ ചാടി അങ്ങ് തെറിപ്പിക്കും. ഞാൻ പറഞ്ഞില്ലേ ഇലക്ട്രിസിറ്റിയാണ് അവന്റെ ചാർജ്. പെട്ടെന്ന് കാറും കോളും മേഘവും കൂടി അവന്റെ മോന്തൊക്കെ ഇലക്ട്രിസിറ്റി അടിച്ചതും ചാർജ് ആയിട്ട് അവൻ ചാടി അങ്ങോട്ട് എണിക്കും. എന്നിട്ട് വിരളിൽ നിന്നൊക്കെ കറണ്ട് അടുപ്പിച്ച് ഗോഡ്സിലെ വാലി പിടിച്ചവനെ ചുരുട്ടി എറിയും. എന്നിട്ട് അവനെ മലർത്തി കിടത്തി വെറുതെ പൂണ്ട ജോസ് പ്രകാശിനെ പോലെ ആകും. ദേഷ്യം വന്ന കോങ്ങോ അവിടെ കിടന്നൊരു മരം എടുത്ത് അവന്റെ വായിക്കകത്ത് കുത്തി കയറ്റിട്ട് രഘുവിനെ പൊക്കിയെടുത്ത് സമ്മർസ്ലാം അടിക്കും. എന്നിട്ട് ഉറക്കെ പൊട്ടിച്ചിരിക്കും. എന്നിട്ട് ആ ഘോര യുദ്ധത്തിനൊടുവിൽ അവർ രണ്ടുപേരും തള്ളി തള്ളി കടലിന്റെ തീരങ്ങളിലേക്ക് എത്തുകയാണ് ഗൈസ്. കളിച്ച് അവർ ഇരുവരും ചേർന്ന് ലഘു വെച്ച് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന ഒരു കൂറ്റ അമ്പലം അവർ പൊളിച്ച് കളയും. എന്നിട്ട് രണ്ടുപേരും കൂടി മറിഞ്ഞടിച്ച് പോയി കുളത്തി വീഴും. അല്ല, കടലിൽ പോയി വീഴും. ശുഭം. എന്നിട്ട് ഗോഡ്സിലെ മുക്കളായിട്ട് വേറെ ഏത് വഴിക്കും പോകും. നമ്മുടെ കോങ്ങ നീന്തി അവന്റെ കര ലക്ഷ്യമാക്കി പോവുകയാണ്. പടം ഖത്തം ഗൈസ്. ഈ പടമൊക്കെ 1962 എപ്പിക് സിനിമകളായിരുന്നു. ഇതിനെ ഒരിക്കലും ഞാൻ മോശമായി പറയില്ല. അന്ന് അവർ ഉപയോഗിച്ച ടെക്നോളജിയും സ്കില്ലും ഒക്കെ വളരെ പ്രശംസനീയ അർഹനീയമാണ്. ഇത്രയും ടെക്നോളജി ഉണ്ടായിട്ട് പോലും പല പടങ്ങളും ഇവിടെ കോമഡി ആക്കിയാണ് എടുത്ത് വെച്ചേക്കുന്നത്. 600 കോടിയിലേക്ക് വന്ന ആദിപുരുഷൊക്കെ തന്നെ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ്. എന്തായാലും ഇന്ന് ഇത്രയും മതി ഗൈസ്. ഇന്നത്തേക്കുള്ളതായി. അപ്പൊ ശരി ഗൈസ്, നമ്മൾ ഇനിയും കാണും. Thanks. Love you.